Dear students, നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നു അല്ലേ ക്ലാസ് കഴിഞ്ഞിട്ട്. എനിഹൗ ഡോണ്ട് വറി. ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട്, തുടക്കമായതുകൊണ്ട് ഇത്തിരി സാവധാനത്തിലായിക്കോട്ടെ എന്നും പിന്നെ ഇത്തിരി ജോലി തിരക്കുള്ളതുകൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് ലെസൺ തീർത്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇറ്റ് വാസ് എൻ ഇൻട്രൊഡക്ടറി ലെസൺ. അതിൻ്റെ നോട്ട്സ് ക്വസ്റ്റ്യൻസും ആരെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ ഇനി വൈകരുത്, അടിയന്തരമായിട്ട് കാണിക്കുക. നോട്ട്സുകൾ കാണിക്കുന്നത് ഇൻഡിവിജ്വലി എനിക്ക് ഷെയർ ചെയ്യേണ്ട, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, അതാണ് നല്ലത്. ഓക്കെ, അങ്ങനെയാണ് നേരത്തെയുള്ള ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം. നമുക്കിനി വൈകണ്ട, നമ്മൾ മറ്റൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ആനിമൽ കിങ്ഡം. ഇറ്റ്സ് എ ബിഗ് ചാപ്റ്റർ. ഫസ്റ്റ് ലെസണിൽ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫൈലം ഇസ് ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡം ഇൻക്ലൂഡ്സ് ഓൾ ദ അനിമൽസ്. ഭൂമിയിൽ കാണുന്ന എല്ലാ അനിമൽസും ആനിമൽ കിങ്ഡത്തിലാണ് വരുന്നത്. റോബർട്ട് മേയർ പറഞ്ഞതുപോലെ ദർ ആർ 7 മില്യൺ സ്പീഷീസ് ആർ ദർ ലൈക്ക് ദാറ്റ്. വാട്ട് ഈസ് ആൻ അനിമൽ? Animals are multicellular and heterotrophic organisms without a cell wall and chlorophyll. ഇതൊരു കോമൺ ഡെഫിനിഷനാണ്. മൾട്ടിസെല്ലുലർ ഓർഗാനിസംസ് heterotrophic ആണ്. They cannot produce their own food. They depends upon other organisms for their food. Their cell do not have the cell wall and no chlorophyll. There is a definition of animal. Animal includes in different groups. I told you animal kingdom can be classified into different phyla. Kingdom കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഫൈലയാണ്, ഫൈലം. So there are major 11 phyla of animal kingdom. I will read the phylum of different phylum of animal kingdom. That is, number 1, phylum Porifera, phylum Cnidaria, phylum Ctenophora, phylum Platyhelminthes, phylum Aschelminthes, Annelida, Arthropoda, Mollusca, Echinodermata, Hemichordata, and the last phylum is Chordata. ഇത് സ്പെല്ലിംഗ് പഠിക്കണം, പ്രൊനൗൺസിയേഷനും വൃത്തിയായിട്ട് പഠിക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ആനിമൽ കിങ്ഡത്തെ 11ഓളം ഫൈലമാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ദർ ആർ സർട്ടൻ ക്രൈറ്റീരിയസ് ഓൺ വിച്ച് ദ ക്ലാസിഫിക്കേഷൻ ടേക്സ് പ്ലേസ്. പ്രധാനമായിട്ടും ആനിമൽ കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ ഇവയാണ്: ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ബോഡി സിമെട്രി, ജെർമിനൽ അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയേഴ്സ്, സീലം അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി, മെറ്റാമറിസം, സെഗ്മെൻറ്റേഷൻ, നോട്ടോകോട്ട് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് ആനിമൽ കിങ്ഡത്തെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ ക്രൈറ്റീരിയയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകും. അതിൽ ആദ്യത്തെയാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ബേസ്ഡ് അപ്പോൺ ദ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദ സെൽസ്. Based upon the organization of the cells, animals are grouped into 4 levels. There are 4 levels of organization. One is called cellular levels of organization, tissue levels of organization, organ levels of organization, organ system levels of organization. It's a very simple thing. You know, there are certain organisms, their body contains only cells. Cells are arranged as loose cell aggregate. അതിനാണ് സെല്ലുലാർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. കോശങ്ങൾ മാത്രമേ അവിടെ ശരീരത്തിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ പോറിഫറ. മറ്റൊന്ന്, അവിടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുകൾ കൊണ്ട് മാത്രമല്ല, സെൽസ് ആർ ട്രാൻസ്ഫോം ഇൻ ടു ടിഷ്യൂസ്. സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. ദ ബോഡി ഈസ് മെയ്ഡ് ഓഫ് ടിഷ്യൂസ്. ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ നിഡേറിയൻസ് ആൻഡ് ടീനോഫോർസ്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. മറ്റൊന്നാണ് ഓർഗൻ ലെവൽസ് ഓഫ് ഓർഗൻസ്. കുറച്ചും കൂടെ ഹയർ ലെവൽ ഓർഗൻസിന് അവിടെ ശരീരത്തിനകത്ത് ടിഷ്യൂ എന്തായി മാറിയിരിക്കുന്നു? ഓർഗൻസ് ആയി മാറിയിരിക്കുന്നു. ദ ബോഡി കണ്ടെയ്ൻസ് നമ്പർ ഓഫ് ഓർഗൻസ്. സോ ദേ ആർ കോൾഡ് ഓർഗൻ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, ഓർഗൻ സിസ്റ്റം. ശരീരത്തിൽ അവയവങ്ങൾ ചേർന്നിട്ട് സിസ്റ്റമായി മാറിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവും, റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ടാവും, സർക്കുലേറ്ററി സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം, നെർവസ് സിസ്റ്റം, അങ്ങനെ ഡിഫറെൻറ്റ് സിസ്റ്റം കാണും. അത്തരം ജീവികളാണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, അതിനകത്ത് ചില കോംപ്ലക്സിറ്റീസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓർഗൻ സിസ്റ്റം ഓഫ് ഡിഫറെൻറ്റ് അനിമൽ ഷോ
കോംപ്ലക്സിറ്റീസ്. ഫോർ എക്സാമ്പിൾ ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഈ നാലാമത്തെ ഗ്രൂപ്പിൽ ഡൈജസ്റ്റ് സിസ്റ്റത്തിന് ചില പ്രത്യേകത. രണ്ട് ടൈപ്പ് ഡൈജസ്റ്റ് സിസ്റ്റം കാണാം. വൺ ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റ്. ഈ ടേംസ് ഒക്കെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ ഇപ്പോൾ ശരിക്കും പഠിച്ചു പോകണം. എന്താണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഹൈഡ്രക്ക് ഒരു മൗത്ത് മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ ആനസ്. ഫുഡ് എടുക്കുന്നതും ഫുഡിൻ്റെ അൺഡൈജസ്റ്റഡ് ഫുഡ് പുറത്തേക്ക് പോകുന്നതും ഒറ്റ ഓപ്പണിങ്ങിലൂടെയാണ്. ഇവിടേക്ക് അങ്ങനെയാണ്. So incomplete digestive system, it has only a single opening that acts as a mouth as well as anus. ഇനി കംപ്ലീറ്റ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് 2 ഓപ്പണിങ്സ്, മൗത്തും ആനസും ഉണ്ട്. ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് മൗത്തും വേസ്റ്റ് മെറ്റീരിയൽസ് പോകാൻ വേണ്ടി ആനസും ഉണ്ടാവും, മലദ്വാരം. ഇത്തരം ഓർഗൻസിനെയാണ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എർത്തുവം നോക്കൂ, അതിന് മൗത്ത് ഉണ്ട് ആൻഡ് ആസ് വെൽ ആസ് ആനസ് ഉണ്ട്. മൗത്തിലൂടെ ഫുഡ് എടുത്തിട്ട് ആനസിലൂടെയാണ് വേസ്റ്റ് പുറത്തേക്ക് പോകുക. Now circulatory system, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം 2 types. One is called open, second one is called closed. എന്താ ഓപ്പൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ? അവിടെ there is no blood vessel, blood is flowing through open spaces. Closed എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? They have definite blood vessels, blood is flowing through the blood vessels. ഇനി സിമെട്രി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ. എന്താ സിമെട്രി എന്ന് പറഞ്ഞാൽ? ബോഡിയെ രണ്ടായിട്ട് ഡിവൈഡ്, ഏതെങ്കിലും ഒരു ശരീരം എടുക്കട്ടെ, ആ ശരീരത്തെ നമുക്ക് ഈക്വലായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് രീതിയിലാണ് എങ്കിൽ ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ 2 sides ഓഫ് ദ മെയിൻ ആക്സിസ് ഓഫ് ദ ബോഡി ബേസ്ഡ് അപ്പോൺ ദ സിമെട്രി. അനിമൽസ് ആർ ഓഫ് 2 types. 2 തരം സിമെട്രി ഉണ്ട്. ഒന്നുകിൽ അസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? സിമെട്രി ഇല്ല. അപ്പോൾ അമീബയെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം അമീബയ്ക്ക് പ്രത്യേക ഷേപ്പില്ല. അതുകൊണ്ട് തന്നെ വി കനോട്ട് ബി ഏബിൾ ടു കട്ട് ഇൻ ടു 2 equal halves. ഇത് നോക്കിയേ, ഇതിൻ്റെ കട്ട് ചെയ്യാൻ ഈക്വലായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. ദ ബോഡി കനോട്ട് ബി ഡിവൈഡ് ടു 2 similar parts. ഫോർ എക്സാമ്പിൾ മോസ്റ്റ് ഓഫ് ദ പോറിഫറൻസ് സ്നെയിൽസ് എല്ലാം. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സിമെട്രിക്കൽ ഓർഗാനിസം പറഞ്ഞാൽ കൃത്യമായ ഷേപ്പുള്ളവ, അവയെ നമുക്ക് 2 equal half ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ചില പ്രത്യേക കട്ടുകളിലൂടെ 2 equal പാർട്ടായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. സിമെട്രിക്കൽ എങ്ങനെയുണ്ട്? ദർ ആർ 2 types ഓഫ് സിമെട്രീസ് പ്രസൻറ്റ്. വൺ ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് ബൈലാറ്ററൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ആക്സിസിന് ചുറ്റുമാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, ശരീരഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റേഡിയൽ സിമെട്രി. എനി സെക്ഷൻ ദാറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെൻട്രൽ ആക്സിസ് ക്യാൻ മേക്ക് ദ ബോഡി ഇൻ ടു 2 equal halves. മധ്യത്തിലൂടെ പോകുന്ന ഒരു കട്ട്, മധ്യത്തിലൂടെ പോകുന്ന കട്ട് ബോഡീനെ 2 കഷ്ണങ്ങളാക്കി മാറ്റും. Here the body can be divided into 2 equal halves by any vertical planes along the central axis, oral, aboral axis of the body. For example, some of the poriferans, cnidarians ഒക്കെ. ഇനി ബൈലാറ്ററൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ബൈ മീൻസ് വാട്ട്? 2, ലാറ്റർ എന്ന് പറഞ്ഞ വശം. ഇവയെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടതും വലതും 2 വശങ്ങൾ കിട്ടും. ഇവയിൽ അങ്ങനെയല്ല, 2 വശങ്ങൾ കിട്ടും. Here the body can be divided into 2 right and left halves. ഓൺലി വൺ പ്ലെയിൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലതും ഇടതും വശങ്ങൾ കിട്ടും. ഫോർ എക്സാമ്പിൾ പ്ലാറ്റിഹെൽമിന്തസ് ആൻഡ് ഹയർ ഓർഗാനിസംസ്. ഇതാ നോക്കൂ, റേഡിയൽ സിമെട്രിക്ക് വേറെ എക്സാമ്പിൾ. ഇതാ സെൻട്രൽ ആക്സിലൂടെ പോകുന്ന ഏത് കട്ടും ബോഡിയെ പലതിരിക്കും. ഇതാ ഇവിടെ ബൈലാറ്ററൽ സിമെട്രി നോക്കിയേ, ഈ ഒരൊറ്റ കട്ടിലൂടെ മാത്രമേ നമുക്ക് 2 ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ബൈ ലാറ്ററൽ 2 വശങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, നൗ സിമെട്രി. ദ ബോഡി ഓഫ് ദ ബൈലാറ്ററൽ സിമെട്രിക്കൽ അനിമൽസിന് എന്തുണ്ടാവും? ഒരു ഡോർസൽ സൈഡ് മുകൾ വശം ഉണ്ടാവും, ഒരു വെൻട്രൽ സൈഡ് അടിവശം ഉണ്ടാവും, 2 വശങ്ങൾ ലാറ്ററൽ സൈഡ് ഉണ്ടാവും, പിന്നെ ഒരു ആൻറ്റീരിയർ മുൻഭാഗം ഉണ്ടാവും, പിന്നെ ഒരു പോസ്റ്റീരിയർ പിൻഭാഗം ഉണ്ടാവും. ഇത്രയും ഭാഗങ്ങൾ ബൈലാറ്ററൽ സിമെട്രി ഓർഗൻസിന് ഉണ്ടാവും. ഓക്കെ, മൂന്നാമത്തെ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ജേർമിനൽ ലെയേഴ്സ് അല്ലെങ്കിൽ എംബ്രിയോണിക് ലെയേഴ്സ്. ഒരു ജീവി ഭ്രൂണാവസ്ഥയിൽ അവയുടെ ശരീരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 or 3 ലെയർ സെൽസ് ഉണ്ടാകും. ഈ ലെയേഴ്സ് ഓഫ് സെൽസിനെയാണ് നമ്മൾ ജേർമിനൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ദർ ആർ ലെയേഴ്സ് ഓഫ് embryo from which all the body organs are formed. Based upon the number of germ layers, animals can be divided into 2 types. നമുക്ക് ജേം ലെയേഴ്സിനനുസരിച്ചിട്ട് എംബ്രിയോയിലുള്ള കോശങ്ങളുടെ നിരകൾക്കനുസരിച്ചിട്ട് നമുക്ക് ജീവിയെ 2 തിരിക്കാം. ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ്. എന്താ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ? അവയുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അവയ്ക്ക് 2 ലെയർ സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഔട്ടർ എക്ടോഡേം സെൽസും ഇന്നർ എൻഡോഡേം സെൽസും. 2 ലെയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൽ ഔട്ടർ എക്ടോഡേമിനും ഇന്നർ എൻഡോഡേമിനും ഇടയിൽ ഒരു നോൺ സെല്ലുലാർ ലെയർ കൂടെ കാണാൻ സാധിക്കും. ദേ ആർ നോട്ട് മെയ്ഡ് ഓഫ് സെൽസ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മീസോഗ്ലിയ. മീസോഗ്ലിയ ഈസ് നോട്ട് എ സെല്ലുലാർ ലെയർ, ഇറ്റ്സ് എ നോൺ സെല്ലുലാർ ലെയർ.
ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ? ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവരുടെ എംബ്രിയോണിക് സ്റ്റേജിൽ അവർക്ക് 3 ലെയർ സെൽസ് കാണാം. ഏറ്റവും പുറമെ എക്ടോഡം കാണാം, ഏറ്റവും ഉള്ളിൽ മീസോഡം കാണാം, അതിൻ്റെ ഇടയിൽ ഒരു ലെയർ കാണാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് മീസോഡം, ഏറ്റവും ഉള്ളിൽ എൻഡോഡം. ഒന്നുകൂടെ, ഏറ്റവും പുറമെ ഔട്ടർ എക്ടോഡം, ഏറ്റവും ഉള്ളിൽ ഇന്നർ എൻഡോഡം, മിഡിൽ മീസോഡേം. അങ്ങനെ 3 ലെയേഴ്സ് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ്. സോ ദ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ചിത്രം കണ്ടാലും മനസ്സിലാവണം. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ഈ പിങ്ക് നിറത്തിൽ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ വയലറ്റ് നിറത്തിൽ കൊടുത്തിരിക്കുന്നത് മീസോഗ്ലിയ എന്ന് പറയുന്ന നോൺ സെല്ലുലാർ ലെയറാണ് ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ. ഔട്ടർ എക്ടോഡമും ഇന്നർ എൻഡോഡമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നോക്കൂ, ദ ഔട്ടർ എക്ടോഡം ഈ റെഡ് നിറത്തിൽ കൊടുത്തിരിക്കുന്നത് മിഡിൽ മീസോഡം, ഈ ഉള്ളിൽ ഗ്രേ നിറത്തിൽ കൊടുത്തിരിക്കുന്നത് ഇന്നർ എൻഡോഡം ലെയേഴ്സ്. ഈ ലെയേഴ്സ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജേം ലെയേഴ്സ് എന്ന് പറയുന്നത്. ഈ ജേം ലെയേഴ്സിലെ കോശങ്ങളാണ് പിൽക്കാലത്ത് ആ എംബ്രിയോ വളർന്ന് കുഞ്ഞുണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഗൻ സിസ്റ്റമൊക്കെ ഫോം ചെയ്യുന്നത് ഈ എക്ടോഡം, മീസോഡം, എൻഡോഡം. ഫോർ എക്സാമ്പിൾ, എക്ടോഡം സെൽസാണ് സ്കിന്നൊക്കെ ആയിട്ട് മാറുക, മീസോഡം സെൽസാണ് മസിൽ ബ്ലഡൊക്കെ ആയിട്ട് മാറുക, എൻഡോഡം സെൽസാണ് പിന്നീട് കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം പോലുള്ള പാർട്ടൊക്കെ ആയിട്ട് മാറുക. ഓക്കെ, ദാറ്റ് ഈസ് ജേം ലെയേഴ്സ്. അപ്പം ഡിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് അനിമൽസ് വളരെ ശ്രദ്ധയോടെ പഠിച്ചോളാം. ദെൻ ദ അതർ 4th ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് കോൾഡ് സീലം. സീലം എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി, COELOM. സീലം എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി. എന്താ സീലം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ക്യാവിറ്റി ഫിൽഡ് ബൈ മീസോഡം, ലൈൻഡ് ബൈ മീസോഡം. ഇത് എവിടെ കാണുന്ന ക്യാവിറ്റിയാണ്? സ്പേസ് ആണ്. മീസോഡം ലെയറിൽ കാണുന്ന സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീലം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മീസോഡെർമൽ ക്യാവിറ്റി. It is seen between body walls and gut wall. Body walls എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേ ലെയർ, ഗട്ട് വാൾ എന്ന് പറഞ്ഞാൽ എൻഡോഡം ലെയർ. ബോഡി വാൾസിനും എൻഡോഡം ലെയറിൻ്റെ ഇടയിലാണ് മീസോഡം. ആ മീസോഡമിൽ കാണുന്ന ലെയറാണ് സീലം. ഈ സീലത്തിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സീലോമിക് ഫ്ലൂയിഡ്. Coelom separate the muscle of gut and body wall. Based upon the nature of the coelom, animals can be of 3 types. Coelomത്തിനനുസരിച്ച് 3 തരം coelom കാണാം. One is called acoelomate. Acoelomate എന്ന് പറഞ്ഞാൽ A means absent, there is no coelom. Then pseudocoelomate, കപട coelom. Then coelomate, true coelom. Explain ചെയ്യാം. 3 types of coelom. Acoelomate, there is no coelom. Pseudocoelomate, there is a false coelom. And coelomate, there is a true coelom. അങ്ങനെ 3 coelom type